ഹായ് വെൽക്കം ടു ലൈറ്റ് ഓൺ ലാബ്. നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടി അപ്പോൾ നമുക്കൊരു ആക്ച്വൽ ഹോം പേജ് ഡെവലപ്പ് ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ഹോം .html ഓപ്പൺ ചെയ്തു. എന്നിട്ട് h1 ടാഗ് ഉപയോഗിച്ച് നമ്മളൊരു ഹെഡിങ് കീ ജനറേറ്റർ എന്ന് നെയിമുള്ളൊരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്കൊന്ന് നമ്മുടെ വെബ് പേജ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അത് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വെബ് പേജിൽ നമുക്കൊരു 10 ലെങ്ത് വരെയും അല്ലെങ്കിൽ ഒരു 6 to 10 വരെയും ലെങ്ത് ഉള്ളൊരു കീ ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ഫോം ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് സെലക്ട് ടാഗ് ഉപയോഗിക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ള വാല്യൂ 6 തൊട്ട് അതിൻ്റെ അകത്ത് വാല്യൂ വരുന്നത് 6 എന്നും കൊടുക്കാം. എന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ആ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു 10 വരെയുള്ള വാല്യൂസ് അവിടെ കൊടുക്കാം. ഇത് ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. വാല്യൂ 7 കൊടുക്കുക. ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന വാല്യൂ ആണ് ഇവിടുത്തെ 7. ലാസ്റ്റ് വൺ 10. ഓക്കെ, എന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, 6 to 10 വരെയുള്ള ഓപ്ഷൻസ് അവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇൻപുട്ട് ബട്ടൺ, അതായത് ഒരു ബട്ടൺ കൊടുക്കാം. ഈ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കീ ജനറേറ്റ് ചെയ്ത് ആ പേജിലോട്ട് പോകും. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ച് ടൈപ്പ് സബ്മിറ്റ് ആണ്. വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ കീ ജനറേറ്റർ എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, അവിടെ ബട്ടൺ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇവിടെ കീ ജനറേറ്റർ ബട്ടണിൽ ഞെക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. കാരണം അതിനറിയില്ല അതെങ്ങോട്ട് പോകണം, എങ്ങോട്ടാണ് അത് പോയിന്റ് ചെയ്യേണ്ടത് എന്നൊന്നും അതിനറിയില്ല. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് പൈച്ചാം ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് ഈ ഫോമിൻ്റെ ഇവിടെ ഒരു ആക്ഷൻ കൊടുക്കണം. ആക്ഷൻ്റെ അകത്ത് ഏത് പേജിലോട്ടാണ് അത് റെഫർ ചെയ്യുന്നതിന് ആണ് അതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ സെലക്റ്റിന് നമ്മളൊരു നെയിം കൊടുക്കണം. അതിപ്പോൾ നമുക്ക് ലെങ്ത് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ആക്ഷൻ്റെ അകത്ത് നമുക്ക് കീ അണ്ടർസ്കോർ ഡിസ്പ്ലേ എന്ന് കൊടുക്കാം. നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെയിം അവിടെ കൊടുക്കുക. അതിനുശേഷം കീ അണ്ടർസ്കോർ HTML ഫയൽ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്കൊരു ക്യാപിറ്റൽ കീ എന്ന് കൊടുക്കാം. കീ ജനറേറ്റർ എന്ന് തന്നെ കൊടുക്കാം. അതിനുശേഷം വ്യൂ പോവുക. വ്യൂവിൽ നമ്മൾ ഓൾറെഡി ആ ഫയലിൻ്റെ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. URLs പോവുക. URLs കീ / എന്നാണ് അതിനെ കീ അണ്ടർസ്കോർ ഡിസ്പ്ലേ എന്ന് മാറ്റണം. എന്നിട്ട് നമ്മുടെ പേജിൽ പോവുക. എന്നിട്ട് റീഫ്രഷ് ചെയ്യുക. എന്നിട്ട് കീ ജനറേറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ പേജ് അവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി നമുക്ക് URL ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പൈച്ചാമിൻ്റെ അകത്ത് URLസിൻ്റെ അകത്ത് ഇവിടെ ഞാൻ കീ അണ്ടർസ്കോർ ഡിസ്പ്ലേ എന്നാണ് കൊടുത്തത്.
എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കസ്റ്റമായിട്ടുള്ളൊരു URL കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ വേറൊരു ഡിസ്പ്ലേയും കൂടെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ പേജ് റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആ പേജ് ഡിസ്പ്ലേ ആവത്തില്ല. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് ഹോമിൽ പോവാം. ഹോമിൽ പോയിട്ട് വീണ്ടും ഇവിടെ കീ ജനറേറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കസ്റ്റമായിട്ടൊരു URL നമുക്ക് യൂസ് ചെയ്യാൻ ഇങ്ങനെ പറ്റത്തില്ല. അപ്പോൾ കസ്റ്റമായിട്ടുള്ളൊരു URL എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് home.html ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മളിവിടെ കീ അണ്ടർസ്കോർ ഡിസ്പ്ലേ എന്നുള്ളത് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്ത് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് മോഡുലസ് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് സ്പേസ് URL, എന്നിട്ട് സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് കീ അണ്ടർസ്കോർ ഡിസ്പ്ലേ, എന്നിട്ട് മോഡൽസിൻ്റെ അവിടെ ഒരു സ്പേസ് കൂടി. ഓക്കെ, ഇതിന് ശേഷം URLs പോവുക. URLസിൻ്റെ ഇവിടെ കോമ ഇട്ടതിന് ശേഷം നെയിം ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ കീ അണ്ടർസ്കോർ ഡിസ്പ്ലേ എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പേജിൽ പോവുക. പേജിൽ ഹോം പേജിലോട്ട് പോവുക. എന്നിട്ട് നമ്മുടെ കീ ജനറേറ്റർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ കസ്റ്റം URL നമ്മുടെ പേജ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഹോം പേജ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് 6 to 10 ആണ്. നമുക്ക് കുറച്ചും കൂടെ ഒരു 12, 40 വരെ കുറച്ച് ഓൾറെഡി ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി പൈച്ചാമിൻ്റെ അകത്ത് home.html അകത്ത് ഓപ്ഷൻസിൻ്റെ ഇവിടെ കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു 11, 12, 40 വരെ നമുക്ക് ആഡ് ചെയ്യാം. 30, 40. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു പർട്ടിക്കുലർ നമ്പർ, അതായത് ഇപ്പോൾ 12 എന്നുള്ളത് നമുക്ക് സെറ്റാക്കി വെക്കാം. അത് ഇപ്പം നമ്മുടെ ഹോം പേജ് ഡിസ്പ്ലേ ആകുമ്പോൾ തന്നെ 12 എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ സെലക്ടറിൻ്റെ അകത്ത് സെലക്ട്, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മുടെ പേജ് ഹോം പേജിൻ്റെ അകത്ത് ജസ്റ്റ് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ 12 എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സെലക്ട് ആയി. ഇനി നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് അനുസരിച്ച് മാറ്റം ചെയ്യാം. 6 or 7 ഏത് വേണമെങ്കിലും ആക്കാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ അപ്പർ കേസിലുള്ള ക്യാരക്ടർ വെച്ച് നമുക്ക് കീ ജനറേറ്റ് ചെയ്യണം. പിന്നെ നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടർ, ഇതെല്ലാം ഉപയോഗിച്ച് കീ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. അതിനുവേണ്ടി പൈച്ചാമിൻ്റെ അകത്ത് സെലക്ടിൻ്റെ അടിയിൽ ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ച് ടൈപ്പ് ചെക്ക് ബോക്സ്, നെയിം അപ്പർ കേസ്, ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള അപ്പർ കേസ് തന്നെ കൊടുക്കാം. അതിൻ്റെ അടിയിൽ നമുക്കൊരു ബ്രേക്ക് കൊടുക്കാം. അതിൻ്റെ അടിയിൽ നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം. ഇത് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം. അവിടെ ഒരു ബ്രേക്ക് കൊടുക്കാം. ഇതിൻ്റെ അടി നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടർ കൊടുക്കാം. നെയിമും സ്പെഷ്യൽ ക്യാരക്ടർ.
ഓക്കെ, എന്നിട്ട് നമ്മുടെ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ അവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ അപ്പർ കേസും കൂടെ താഴെയാക്കാൻ വേണ്ടി അതിൻ്റെ അടിയിൽ നമുക്കൊരു ബ്രേക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ അപ്പർ കേസിൻ്റെ വ്യൂ ഒന്ന് ക്യാപിറ്റൽ ആകാം, സ്പെഷ്യലിൻ്റെ എസ്. ഓക്കെ, ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു കീ ജനറേറ്റ് ചെയ്ത് നോക്കാം ടെസ്റ്റിനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് വ്യൂസിൻ്റെ അകത്ത് കീ അണ്ടർസ്കോർ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് ഇതിനു മുമ്പ് ഫസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യേണ്ടത് റാൻഡം എന്ന് പറയുന്ന പൈത്തൺ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. ഇതുപയോഗിച്ചാണ് നമ്മൾ റാൻഡം ആയിട്ടുള്ള കീ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ട് റാൻഡം. എന്നിട്ട് കീ അണ്ടർസ്കോർ ഡിസ്പ്ലേയിൽ വന്നതിന് ശേഷം ക്യാരക്ടർ, അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടർ ഉപയോഗിച്ചാണ്, അതായത് ABCD ഉപയോഗിച്ചാണ്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ക്യാരക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ABCD എന്ന് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലെങ്ത്, എത്ര ലെങ്ത്തിലാണ് നമ്മുടെ പാസ്വേഡ് ജനറേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്കിപ്പോൾ 10 എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വേരിയബിൾ സെറ്റ് ചെയ്യാം. കീ എന്ന് തന്നെ നമുക്ക് വേരിയബിൾ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഫോർ എക്സ് ഇൻ റേഞ്ച് എത്രയാണോ ലെങ്ത് നമ്മുടെ കീ കൊടുക്കുക. കീ ഈസ് ഈക്വൽ ടു കീ പ്ലസ് ഓർ ഈക്വൽ ടു റാൻഡം ചോയ്സ് ഡോട്ട് ചോയ്സ്. റാൻഡത്തിൻ്റെ അകത്തുള്ളൊരു ഫംഗ്ഷനാണ് ചോയ്സ്. അതിൻ്റെ അകത്ത് നമ്മൾ ക്യാരക്ടർ പറഞ്ഞു കൊടുത്തത്, ക്യാരക്ടേഴ്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഒരു സ്ട്രിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പേജിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇവിടെ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് സിംഗിൾ കോട്ട്സിൽ കീ എന്ന് കൊടുക്കുക. വീണ്ടും സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് കീ എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ കീയെ നമ്മുടെ HTML ഫയലിൽ, അതായത് കീ അണ്ടർസ്കോർ ഡിസ്പ്ലേ അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇവിടെ ഡബിൾ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് സ്പേസ് ഇട്ടതിന് ശേഷം കീ എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ പേജ് ഒന്ന് നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. എന്നിട്ട് കീ ജനറേറ്റർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ കീ ജനറേറ്റർ കീ, ഇവിടെ കീ എന്ന് പറഞ്ഞാണ് ഡിസ്പ്ലേ ആക്കണേ. കാരണം നമ്മളിവിടെ വ്യൂസിൻ്റെ അകത്ത് ഇവിടെ സിംഗിൾ കോട്ട്സിൻ്റെ അകത്താണ് ഈ കീ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ആ സിംഗിൾ കോട്ട്സ് റിമൂവ് ചെയ്യുക. അപ്പോഴാണ് ഈ കീ ഇവിടെ റെഫർ ചെയ്യുള്ളൂ. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ കീ ജനറേറ്റ് ആവുന്നുണ്ട്. നമുക്കതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 10 ആണ് ഇതിൻ്റെ ലെങ്ത്. ഓക്കെ, കറക്റ്റായിട്ട് നമ്മുടെ കീ ജനറേറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഇതിന് കുറച്ച് വലിപ്പം കുറവാണ്. നമുക്ക് വലിപ്പം കൂട്ടാൻ വേണ്ടി H1 ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനു വേണ്ടി കീ അണ്ടർസ്കോർ ഡിസ്പ്ലേക്കകത്ത് H1 ഇത് ക്ലോസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് വീണ്ടും റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ കീ
കറക്റ്റായിട്ട് ജനറേറ്റ് ആവുന്നുണ്ട്. താങ്ക് യു.